ഇന്ന് വണക്കമാസത്തിലേറെ പ്രധാനപ്പെട്ടതായിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ ഇഹലോക ജീവിതത്തിൽ കടന്നുപോയ വ്യാകുലതകൾ അല്ലെ ദുഃഖങ്ങൾ ഉണ്ട് എന്നും അതിന് സ്വർഗീയമായ ഒരു കാരണങ്ങൾ ഉണ്ട് എന്നും അത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ആ വിഷമതകളെ കടന്നുപോയത് എന്ന് ധ്യാനിക്കണമെന്നാണ് ഇന്നത്തെ വണക്കത്തിന്റെ ഓർമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇന്ന് ഈ അൾത്താരയിൽ പറഞ്ഞ ഒരു അമ്മയും മകളും കൂടെ ഒരു സാക്ഷ്യം പറഞ്ഞു. അതില് അമ്മ വലിയ പ്രാർത്ഥനക്കാരിയാണ്. പല കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കൽ സാഹചര്യം. അമ്മ വലിയ പ്രാർത്ഥനക്കാരി, ജീവിത പങ്കാളി ഒരു മീഡിയം എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ല എന്നുള്ളൊരു, മക്കള് പ്രാർത്ഥനയുണ്ട് പക്ഷെ അമ്മയെപ്പോലെ തീക്ഷ്ണതയില്ല, അപ്പന്റെ നിർബന്ധമില്ലാത്തതുകൊണ്ട് അങ്ങനെ വിശ്വാസക്കുറവും ഇല്ലാത്തുള്ളൊരു അവസ്ഥ. അപ്പൊ ഈ മകളുടെ സംശയം, അമ്മ ഇത്ര പ്രാർത്ഥിച്ചിട്ടും വീട്ടിലെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും മാറുന്നില്ല. അപ്പൊ അവള് +1 പരീക്ഷ എഴുതുകയാണ്, നല്ലോണം പഠിക്കും. അപ്പൊ ഇത്ര പ്രാർത്ഥിച്ചിട്ടും അമ്മയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സന്തോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം സാധാരണ ഒരു വലിയൊരു യുക്തിയാണ്. അപ്പൊ ഈ ഒരു ദുഃഖത്തിനോടുകൂടി അമ്മ ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് അപ്പൊ അമ്മയോട് ചോദിക്കും, അമ്മേ നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇപ്പം പ്രാർത്ഥന പോരാഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് എക്സ്ട്രാ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ദൈവാനുഗ്രഹം ഒന്നും ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് കാണണില്ലല്ലോ എന്ന് അമ്മ എടുക്കൽ ഇങ്ങനെ പറയും. ഇപ്പം ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് തന്നെ ഒരു പരിശുദ്ധാത്മ അഭിഷേകം തന്നെ നമുക്കിങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങൾ നടക്കാനല്ലല്ലോ മോളെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോഴും അമ്മയുടെ ഉള്ളൊരു വിഷമമുണ്ട്. കാരണം എൻ്റെ മകളുടെ ജീവിതത്തിൽ ദൈവമേ ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം കൂടി തലയ്ക്ക് പിടിച്ച് അവസാനം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവള് പള്ളിയില്ല, വട്ടക്കാരും ഇല്ല, മാതാവും ഇല്ല, കർത്താവും ഇല്ല, അതൊക്കെ ആയി പോവെന്ന് ഒരു ടെൻഷനുണ്ട്. അത് സ്വാഭാവികമായിട്ട് ആ അമ്മയുടെ ടെൻഷൻ അതാണ്, അല്ലാതെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടോ എന്നുള്ളതല്ല ടെൻഷൻ. ഇപ്പൊ ഈ കുഞ്ഞ് പറയണ കാര്യങ്ങൾ ഇവള് ചിന്തിച്ചു കൂട്ടി നാളെ ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നൊരു ടെൻഷന്. അങ്ങനെ ഇരിക്കെ വർഷങ്ങളോളം പഴക്കം ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തിയുടെ ഒരു നടുവേദനയൊക്കെ മാറിപ്പോകുന്നു. അപ്പോഴും കൊച്ചിനങ്ങനെ വലിയ വിശ്വാസം ആവുന്നില്ല. കാരണം വർഷങ്ങളോളം ഉണ്ടായിരുന്നില്ല, അതിൽ മരുന്ന് പണ്ട് കഴിച്ച മരുന്നിൻ്റെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവൾക്കൊരു പരീക്ഷ വരുന്നു. അതില് പരീക്ഷ വരുമ്പം ഇവള് പറയാം, അമ്മേ എനിക്ക് മാത്സിന് ഫുൾ മാർക്ക് കിട്ടണം, ഇത്രയും നാൾ ഞാൻ പരീക്ഷ ചെയ്തിട്ട് മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ആ മാർക്ക് കിട്ടുമെങ്കിൽ അമ്മ പറയണ മാതാവിൽ ഞാൻ വിശ്വസിക്കാന്ന് പറയും. അപ്പൊ ഇതൊരു തരം ഒരു പരീക്ഷണമായിട്ടല്ല, ഈ ചേച്ചി നേരത്തെ തന്നെ പ്രാർത്ഥിക്കണം, എൻ്റെ മകൾക്ക് അവളുടെ ജീവിതത്തിൽ അവൾ അപ്പനെയും അമ്മേനെയും മറന്നാലും ദൈവത്തെ മറക്കാതിരിക്കാൻ ഒരു അനുഭവം കൊടുക്കണമെന്ന്. അപ്പൊ ചേച്ചി ഇവിടെ ഓടി വന്ന് ഉടമ്പടിയിൽ എഴുതും, എൻ്റെ മകൾക്ക് അമ്മ ഇതെങ്ങനെ ചോദിക്കണമെന്ന് അറിയത്തില്ല, എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, അവൾ ഒരിക്കലും ദൈവത്തെ വിട്ടു പോകരുത്, ഇങ്ങനൊരു ആവശ്യം അവൾ പറയുന്നുണ്ട്, അവളുടെ മേല് കനിവുണ്ടാണേന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് തിരികെ പോകുന്നു. അവിടെ തിരികെ ചെന്നതിന് ശേഷം അവള് പറയുന്ന പോലെ അമ്മ അവള് കാശ് രൂപ കൊണ്ട് പരീക്ഷ എഴുതുന്നു. പതികളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ക്ലൈമാക്സിൽ ഈ പരീക്ഷാ സാക്ഷ്യങ്ങൾ മാത്രം കുട്ടികൾ പറയുന്നത് കേട്ടിങ്ങനെ നമുക്ക് മനസ്സിലാവും. പരിധി വ്യത്യസ്തമായിട്ട് അവൾ ഇതുവരെ എഴുതുന്നതിനേക്കാളും ടഫായിട്ടുള്ള പരീക്ഷയായിരിക്കും ജയിക്കുന്ന പരീക്ഷ. സാക്ഷ്യങ്ങൾ പരിശോധിക്കാൻ മനസ്സിലാകുന്നൊരു സത്യമാണ്. അപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷ എഴുതുന്നു. അപ്പോൾ ഇവള് പരീക്ഷ ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ച് അമ്മയുടെ കരയാമ്മ, എന്തായാലും ഇപ്രാവശ്യം അമ്മയുടെ മാതാവും കർത്താവും രക്ഷിക്കാൻ വഴിയില്ല, ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് തന്നെ അറിയാം, ഇതൊന്നും നടപടിയാണ്, കേസല്ല. അപ്പോൾ ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇപ്പം കുറച്ച് കരയുകയും ചെയ്യുന്നു. അപ്പം അമ്മ പറയും, അമ്മ എവിടുന്നോ ശക്തി ഉൾക്കൊണ്ട് മാതാവിനോട് പറയും, മാതാവേ ഞാൻ പറയാണ്, എടി നീ പേടിക്കണ്ട, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ളൊരു മാർക്ക് മാതാവ് തരും. എന്നിട്ട് ഈ അമ്മ ഓടി വന്ന് മുട്ടുകുത്തി കൈവിരിച്ച് മാതാവിലേക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മാതാവേ
അവള് എന്നെ വിട്ടു പോകുന്നതിനെന്നല്ല, നാളെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകള് വേറൊരു സ്ഥലത്തേക്ക് പോവുമായിരിക്കും, പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോട്ട് പോവുമായിരിക്കും. പക്ഷെ അവരൊരിക്കലും നിന്നെയും കർത്താവിനെയും വിട്ടു പോകാനായിട്ട് നീ ഒരിക്കലും ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കും. അതിന് മാർക്ക് പറഞ്ഞാൽ അവൾക്കൊരു ബോധ്യം. അപ്പം ഈ ഒരു ഇതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഇവൾക്ക് മാർക്ക് വരുന്നതും അതവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർക്ക് ലഭിക്കണതും, അവൾക്ക് തന്നെ മാത്സിൽ 60 ഔട്ട് ഓഫ് 60 കിട്ടണതും, ആ സ്കൂളിലെ ടോപ്പറായിട്ട് പുള്ളിക്കാരത്തിൽ മാറുന്നത്, അതായത് 3 മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ, ബാക്കി ഫുൾ മാർക്ക് +1 സ്കോർ ചെയ്ത് അവിടെ ടോപ്പറായിട്ട് മാറുന്നതും എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിൻ്റെ സാക്ഷ്യമാണ്. ഇന്ന് എല്ലാവരും ഒരുപാട് കരഘോഷത്തോടെയാണ് കേട്ടത്. കാരണം അമ്മ പറയണത് കൊച്ചു ടോപ്പറായൊന്നുമില്ല, അപ്പോൾ ദൈവത്തെ വിളിക്കാത്തവരും പരീക്ഷയിൽ ടോപ്പർ ആകുന്നുണ്ട്, അമേരിക്കയിലും കാനഡയിലും പോകുന്നുണ്ട്. അതൊന്നുമല്ല വിഷയം. വിഷയം ആ അമ്മയുടെ പ്രാർത്ഥനയാണ്. അപ്പം കർത്താവിന് മുമ്പിൽ ചില സാഹചര്യങ്ങളിൽ കർത്താവ് അടയാളങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് എന്നോട് ശിഷ്യന്മാരോട് പറയും, കർത്താവ് ഈ കൊച്ചിന് എന്ത് പറ്റി, ഇങ്ങനെ ബുദ്ധിമുട്ടുവാണല്ലോ. അപ്പോൾ കർത്താവ് പറയും, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ടുള്ളൊരു സാഹചര്യമാണെന്നാണ് കർത്താവ് പറയണത്. അല്ലാതെ കൊച്ചിൻ്റെ രോഗം മാറാനുള്ള സാഹചര്യം എന്നല്ല പറയണത്. ഇത് ഇപ്പം ഞാൻ സൗഖ്യപ്പെടുത്താനാണ് പോകുന്നത്, ഇത് ദൈവമഹത്വം വെളിപ്പെടാനായിട്ടൊരു സാഹചര്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും എടുത്തു നോക്കുമ്പം എല്ലാം സൗഖ്യപ്പെടുത്തുന്നത് കർത്താവ് എന്ത് കണ്ടിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഖ്യം കണ്ട് അനേകം പേർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അനുഭവം നൽകിയാൽ പഴയതിനേക്കാൾ അധികമായി ദൈവത്തിന് മുൻപിൽ വിശുദ്ധിയോടെ വ്യാപരിക്കും, കൃപയോടെ വ്യാപരിക്കും, അനുഗ്രഹത്തോടെ വ്യാപരിക്കും എന്ന് ഉറപ്പുള്ളപ്പോഴാണ് ദൈവം അടയാളങ്ങൾ അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതാണ് പത്രോസിൻ്റെ അമ്മായിമ്മനെ കുറിച്ച് പറയണത്. എന്താ, പത്രോസിൻ്റെ അമ്മായിമ്മ കലശലായ പനിയായിരുന്നു. അപ്പോൾ കർത്താവ് വീട്ടിൽ വന്നു, അവളെ സ്പർശിച്ചു, സുഖം പ്രാപിച്ച ഉടൻ തന്നെ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ സൗഖ്യത്തിൻ്റെ ഓരോ കാര്യവും മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പം അതിൽ കർത്താവ് ലക്ഷ്യം വെക്കണത് സൗഖ്യം കിട്ടി പണിയെടുത്ത് പോകാമെന്നുള്ളതല്ല. കർത്താവ് ലക്ഷ്യം വെക്കണത് ആ വ്യക്തി പിന്നീട് എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ദൈവം ഒരാളെ സ്വന്തമാക്കാനായിട്ട് ഒരു സൗഖ്യം കാരണമാകുമെങ്കിൽ ദൈവം അതിലൊരു തീരുമാനം എടുക്കും എന്നുള്ളത് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിന് ഒരു ഭാഗത്ത് അതിനുവേണ്ടി കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകണം. അതുകൊണ്ട് അച്ഛൻ പറയും, എല്ലാ കുടുംബവും നിലനിൽക്കുന്ന ഇതുപോലെ ഈ പ്രാർത്ഥനക്കാരിയായിട്ടുള്ള പ്രാർത്ഥനക്കാരനായിട്ട് ഒരു വ്യക്തി കണ്ണീരൊഴുകി കർത്താവിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം അതിന് ശക്തമായിട്ടൊരു സമയബന്ധിതമായിട്ട് നമ്മൾ തന്നെ ദൈവത്തിന് ഇടപെടാനായിട്ടൊരു സമയം കൊടുക്കും. 1 പുതുക്ക് 2 പുതുക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ സമയം ഇതിനകത്തൊരു ഭയങ്കര ക്രൈറ്റീരിയയാണ്. ഇന്ന് കിട്ടാനുള്ള ഭക്ഷണം ഇന്ന് കിട്ടണമെന്ന് തന്നെയാണല്ലോ. അപ്പൊ ഈ സമയബന്ധിതമായിട്ട് ദൈവം ഒരു നിയോഗത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. ഇപ്പൊ പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളെയൊക്കെ നമ്മളിങ്ങനെ മുഖവിരക്കെടുക്കുമ്പോൾ, വ്യാകുലങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ, അമ്മ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മാനസിക യുക്തിയിൽ നോക്കുമ്പം, ഇനി ദൈവം തെരഞ്ഞെടുത്തവരെല്ലാം ഹാപ്പി ആയിട്ടാണ് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ട് സന്തോഷവതിയായിട്ട് സ്വർണ്ണക്കരണ്ടിയായിട്ട് വായിൽ ജീവിച്ച് വളരേണ്ട ഒരാൾ പരിശുദ്ധ അമ്മ തന്നെ. പക്ഷെ മാതാവിൻ്റെ ജീവിതം നോക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ മാനുഷികമായ കണ്ണിൽ നോക്കുമ്പം പരിതാപകരമാണ്. കാരണം സ്വസ്ഥമായിട്ടൊരു പ്രസവ ശുശ്രൂഷയോ പ്രസവാനന്തര ശുശ്രൂഷയോ പോലും ലഭിക്കാൻ പറ്റാത്ത ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് പോലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിലാണ്. അവസാനം ഒരു മകനുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ലോകം നന്നാക്കാനായിട്ട് ഇറങ്ങിപ്പോയി. അവസാനം അകാലത്തിൽ ഔസേപ്പിതാവ് മരിക്കണം, ഒരു വിധവയായിട്ട് ഒറ്റയ്ക്കൊരു കുടുംബത്തിൽ ജീവിക്കുന്നു. കർത്താവിനെ കാണാൻ ചെല്ലുമ്പോഴുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം കുരിശിൻ്റെ ചുവട് വരെ അമ്മ കടന്നുപോയിട്ടുള്ള വഴികൾ കനൽ വഴികളാണ്. അപ്പൊ ഈ കനൽ വഴിയിലും ധീരതയോടെ മുന്നോട്ട് പോകുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത് ഈ സ്വർഗീയ പിതാവ് അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെച്ചിട്ടാണ്. കാരണം കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ഒരിക്കലും ദൈവത്തിനെ വിളിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ 15:25 പറഞ്ഞിരിക്കണത്, എന്നെ പീഡിപ്പിക്കുന്നവർ നാളെ നിങ്ങളെയും പീഡിപ്പിക്കും. ഇതാണ് കർത്താവിൻ്റെ സ്റ്റേറ്റ്മെന്റ്. നാളെ നിങ്ങളെ കൊല്ലുന്നവര് ദൈവത്തിന് ബലിയർപ്പിക്കുന്നവര് നിങ്ങളെ കൊല്ലാൻ ആളെ വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ മിഥ്യായ പ്രബോധനങ്ങളല്ല,
15-ന്റെ 25-ൽ വളരെ രസകരമായിട്ട് ശിഷ്യന്മാരോട് സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ അവർ കൊല്ലും. അപ്പൊ ഇത്രയും വ്യക്തമായിട്ട്, അതായത് ഈ ലോകത്തില്, പക്ഷെ ഈ ഒരു ബോധ്യം ശിഷ്യന്മാർക്ക് അപ്പൊ കിട്ടണില്ല. കർത്താവിന്റെ മരണത്തിന് ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടിയാണ് അവർക്ക് ആ ബോധ്യത്തിന്റെ ഒരു മനസ്സിലാകുന്നത്. കാരണം ഉത്ഥാന രഹസ്യം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ മരിപ്പ് അല്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് കർത്താവ് കാണിച്ചതിന് ശേഷമാണ് കർത്താവിന് വേണ്ടി മരിക്കുന്നത് നേട്ടമാണെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അതന്നെ കാര്യം. അതുകൊണ്ടാണ് ഈ ഉത്ഥാനത്തിന് ശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ചയിലൊക്കെ നമ്മൾ വായിച്ചില്ലേ, കർത്താവ് എന്നിട്ട് ഈ പാർശ്വഫലങ്ങൾ കാണിക്കും, എന്നിട്ട് അവരുടെ ഇടയിൽ അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും നൽകിയിട്ട് പറയും, ഇനി ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. അപ്പോഴേക്കും അവർ ആ കഥകളെല്ലാം തുറന്ന് എല്ലാവരുടെയും പോയി പറഞ്ഞ് അടിയും മേടിച്ച് മരിച്ച് രക്തസാക്ഷിത്വം മരിച്ചു എന്നുള്ള കാര്യം. അവർക്കൊരു കാര്യം ക്ലിയറായി, ഇനി ഈ ലോകത്തിന്റെ കണ്ണിലുള്ള വിശ്വാസത്തിനെ കുറിച്ചല്ല. ഇത് കർത്താവ് പണ്ട് തൊട്ടേ പറയാൻ ആഗ്രഹിച്ചതാ, പക്ഷെ അത് അവർക്ക് ക്ലാരിറ്റി കിട്ടി വന്നപ്പോൾ ലേറ്റായിട്ട് പോയതാ. അതുകൊണ്ടാണല്ലോ ഈ അമ്മ 2 മക്കളെയും കൊണ്ടുവന്നിട്ട്, കർത്താവെ നീ രാജ്യം സ്ഥാപിക്കുമ്പോഴേക്കും ഒരാളുടെ ഇടത്തും വലത്തൊക്കെ നിർത്തണമെന്ന് പറയണത്, കർത്താവ് ഇങ്ങനെ ഈ ആളെ കൂട്ടി ഇങ്ങനെ ഒരു രാഷ്ട്രീയ പവറായിട്ട് വരുമ്പോൾ സാമ്രാജ്യം പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ധനകാര്യവും ഏറ്റവും പ്രധാന പൊതുവരാമത്വം കിട്ടും എന്നുള്ളൊരു ഇതിലാണ്. അതാണ് അവർ കർത്താവിന്റെ കൂടെ ഉള്ളവർ പോലും ഒരു ഈ ലോക ജീവിതത്തിൽ കർത്താവ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാകും എന്നുള്ളതാണ്. അന്നത്തെ രാജാക്കന്മാർ കർത്താവിനെ കൊല്ലാനായിട്ടുള്ള കാരണവും ഇങ്ങനെ ആൾക്കൂട്ടത്തോടുകൂടി ഇവനിങ്ങനെ ഒരു പവർഫുൾ ലീഡറായിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഒരു പൊതുപ്രക്ഷോഭം ഉണ്ടാക്കി അട്ടിമറി വിജയം നേടി കർത്താവ് നാളെ രാജാവാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് ഈ ആൾപ്പെരുപ്പം കൂടുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നത്. അല്ലാതെ കർത്താവ് ഒരു പാവം ഗുരുവായിട്ട് ഇവിടെ പ്രസംഗിച്ച് നടന്നെന്നുള്ളതല്ല. പ്രസംഗിക്കുന്നിടത്തെല്ലാം ആളുകൾ, ചെല്ലുന്നിടത്തെല്ലാം അടയാളങ്ങൾ, കർത്താവിന് വേണ്ടി ജയ് വിളിക്കാനായിട്ട് അവസാനത്തെ ജെറുസലേമിലെ പ്രവേശനമൊക്കെയാണ് കർത്താവിനെ കൊല്ലാനായിട്ട്. കാരണം ജയ് വിളിക്കാനും കർത്താവിന് വേണ്ടി ആർപ്പ് വിളിക്കാനും ഇങ്ങനെ തെരുവ് മുഴുവൻ ആളുകൾ ഇങ്ങനെ നിറയുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അവർ നോക്കുമ്പോൾ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. കർത്താവിൻ്റെ ഒരു വാക്കില് സാമ്രാജ്യം മുഴുവൻ തകർത്താപ്പണം. പടയാളികളെക്കാൾ അധികമാണല്ലോ എപ്പോഴും ജനങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും പടയാളികളല്ലല്ലോ ജനങ്ങൾ, ഇപ്പൊ പോലീസുകാരൊക്കെ കൂടുതൽ ജനങ്ങളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അതിൽ കൂടുതൽ ആൾ സപ്പോർട്ട് ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പം കർത്താവിനപ്പം ശിഷ്യന്മാരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു രാജ്യമൊക്കെ പിടിച്ചടക്കിയിട്ട് ശിഷ്യന്മാർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ജീവിക്കാന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണ് ഈ കൂട്ടത്തിൽ ആരാണ് വലിയവൻ എന്നൊക്കെയുള്ള ശിഷ്യന്മാരുടെ ചിന്ത വരുന്നതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഈ മാനുഷികമായ അവരുടെ ചിന്തകളാണ്. അപ്പൊ ആ സമയത്താണ് കർത്താവ് ഇതൊന്നും അല്ല, ഞാൻ മരിക്കാൻ പോവാണ്, എന്നെ പിടിച്ചു വിടും എന്നൊക്കെ പറയുമ്പോൾ തകർന്ന് തരിപ്പണമായിട്ട് ഇപ്പോൾ യൂദാസ് പണസഞ്ചി എടുത്ത് പോയിട്ട് 20 അല്ലെങ്കിൽ 30 വെള്ളിക്കാശിന് വിറ്റെന്ന് പറഞ്ഞാൽ കിട്ടട്ടെ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ഇങ്ങനെ അല്ലെങ്കിൽ ഈശോനെ ഇങ്ങനെ മാറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ചിന്തയെല്ലാം തകർന്ന സമയത്താണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ചലിപ്പിക്കണത് ആത്മാവാണെന്നാണല്ലോ. ആ ആത്മാവ് നിന്റെ മേൽ വരും, നിനക്കൊരു പുത്രൻ ഉണ്ടാവും. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ അമ്മ വലം പ്രദേശത്തേക്ക് ഓടി എലിസബത്തിനെ കണ്ടത്. ഇപ്പൊ ഈ ആത്മാവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എൻ്റെ സ്നേഹമുള്ളവർ, വണക്കത്തിൽ ആയിരിക്കുന്നവർ, ഉടമ്പടിയിലായിരിക്കുന്നവര്, അവർക്കൊക്കെ എന്താണ് ഈ സ്പിരിറ്റ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഞാൻ എല്ലാം പറയണില്ല, എല്ലാവർക്കും ഇങ്ങനെ ഉത്ഥാന രഹസ്യങ്ങൾ വെളിപ്പെട്ടു എന്നല്ല, പക്ഷെ അവർക്ക് എവിടെയോ ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ഒരു ജേർണി, ഉടമ്പടി യാത്രയെ വെച്ച് അവർക്കൊരു കാര്യം മനസ്സിലാവും. ഈ കർത്താവ് ഈശോയും മാതാവ് എന്ന് പറയുന്ന, ഈശോയും മാതാവ് എന്ന് പറയുന്നത് ഉള്ളതാണ്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറച്ചിലൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ അക്രൈസ്തവരായിട്ടുള്ളവരെല്ലാം കൂടുതൽ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും, അവർക്ക് ഉത്ഥാന രഹസ്യം വരെ, നിത്യജീവൻ വരെ മനസ്സിലാവും എന്നുള്ള ചോദ്യമുണ്ട്. എങ്കിലും അവിടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാവും, ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ വേറെ പണിയില്ലാത്തവരൊന്നും അല്ലല്ലോ ഇവിടെ ഒന്ന് പറയണം. അപ്പൊ ഈ ഒരു ബോധ്യം കിട്ടും. അതൊരു ചെറിയൊരു അടയാളമാണ്. അത് ചിലർക്ക് വലിയ രീതിയിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം ദൈവം നമ്മളെ എന്തിനെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ടാസ്കുകൾ ഉണ്ടാവും. ഇപ്പൊ മാതാവിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ടാസ്കുകളെല്ലാം മാതാവ് മൗനമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും വരുമ്പോഴേക്കും നമ്മളതിനെ പൊതുവെ പരാതികൾ പറഞ്ഞ് മുൻപിലോട്ട് കൊണ്ടുവരും. അതാണ് അച്ഛൻ പറയണത്. ഒരുപാട് ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പം ദൈവത്തിനെ നമ്മൾ പഴിക്കരുത്. നമ്മൾ നിശബ്ദമായിട്ട്
ദൈവത്തിന് അതിനെ അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം മാതാവാണ് നമുക്ക് മാതൃക. അവളുടെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന് പറയുമ്പോഴും, തൻ്റെ മകൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോഴും, തൻ്റെ മകൻ എന്നോട് ആരാണ് എൻ്റെ അമ്മയും സഹോദരനെന്ന് പറയുമ്പോഴും, ആദ്യം തനിക്കുണ്ടാകുന്ന എല്ലാ വേദനകളുടെ നടുവിലും മാതാവ്, ബൈബിളിൽ പറയണില്ലല്ലോ, മാതാവ് ഓർത്തു, കർത്താവേ നീ നൽകിയ ഈ ഒരു കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തിട്ട് എനിക്ക് കഷ്ടപ്പാട് മാത്രമാണല്ലോ ഉള്ളത് എന്നൊന്നും പറയണില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്, നമ്മൾ നന്മകൾ ചെയ്ത് ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കടന്നു വരുന്നെങ്കിൽ അത് ടെസ്റ്റിംഗ് ഫെയ്ത്ത് ആണെന്ന് മനസ്സിലാക്കി വീണ്ടും കൃപയോടും പ്രാർത്ഥനയോടും കൂടി ചേർന്ന് നിൽക്കണം. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ അതിജീവിക്കാനുള്ള അഭിഷേകം തരണേ, നീ കൂടെ ഉണ്ടെന്ന് എന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാവുന്നു. പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോസ്തലന്മാരുടെയും പറയണത് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും, ഇരുൾ മൂടിയ താഴ്വര ഉണ്ടായാലും, തീക്കനലിൻ്റെ നടുവിൽ കൂടെ നടന്നാലും നമ്മളത് അറിയാതെ, പതറാതെ, ഇടറാതെ മുന്നോട്ട് പോകാനുള്ള അഭിഷേകമാണ് പ്രാർത്ഥന നമുക്ക് നൽകുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ ആദ്യത്തേത്, കർത്താവേ ഞങ്ങൾ എവിടെ വേണേലും നടക്കാം, എവിടെ വേണേലും പോവാം, നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു സംരക്ഷണത്തിൻ്റെ സാന്നിധ്യം എന്നെ ഒന്ന് അനുഭവിച്ചാൽ മതി. അറിയത്തില്ലല്ലോ ഈ സഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറം ദൈവം നമ്മളെ എടുത്ത് ലിഫ്റ്റ് ചെയ്യാനാണ് എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എപ്പോഴും മാതാവിനോട് ചേർത്ത് വണക്കമാസത്തിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാവണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങൾ ഏറുമ്പോൾ, അത് നമ്മൾ ദൈവത്തെ പഴിക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ. ജോബിൻ്റെ പുസ്തകത്തിൽ സ്വന്തം ഭാര്യ പോലും അവസാനം ജോബിനോട് പറയും, ഇട്ടിട്ട് അവനെ, നിങ്ങളുടെ ഈ രക്ഷകനായവനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ സുഹൃത്തുക്കൾ പറയും. പക്ഷെ ജോബ് ചെയ്യണില്ലല്ലോ. അവസാനം ക്ലൈമാക്സിൽ എന്താണ് പറയണത്? അവന് നഷ്ടപ്പെട്ടതും േക്കാൾ 100 ഇരട്ടി അധികമായി ദൈവമാണ് തിരികെ കൊടുത്തുന്നുള്ളതാണ്. ദൈവത്തിനോടുള്ള വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെടും എന്നുള്ളത് കർത്താവ് തന്നെ തെളിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ സ്വർഗസ്നാപിതാവിൽ പ്രാർത്ഥിക്കുമല്ലോ, കർത്താവെ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കാരണം ചില വിശ്വാസത്തിന് പരീക്ഷണങ്ങൾ നമുക്ക് ചിന്തയ്ക്കപ്പുറമാണെങ്കിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണതാണ്, കർത്താവെ എന്നെ പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തരുതേ, കാരണം എനിക്ക് അതിൽ വിജയിക്കാനായിട്ട് ശക്തിയുള്ള പരീക്ഷണങ്ങൾ മാത്രമേ നീ നൽകാവേ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ള പ്രാർത്ഥന കർത്താവ് ഒരിക്കലും എന്തിനു വേണ്ടിയും ആർക്കു വേണ്ടിയും നിന്നെ വിട്ടു പോകുവാനായിട്ട് എന്നെ ഇടവരുത്തരുത് എന്ന്. ഈ ഉടമ്പടി നിങ്ങൾക്കൊരു സ്ട്രോങ് ഹോൾഡാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് നമ്മളെ അതിനെ ഒരുപാട് സഹായിക്കും. അവസാനത്തെ സ്റ്റെപ്പാണെങ്കിലും മാതാവ് ഇറങ്ങി വന്ന് കൈ പിടിച്ചിട്ട് പൊക്കിയെടുക്കുന്ന അനുഭവങ്ങളാണ്, സാക്ഷ്യങ്ങളുള്ളത്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത് വിശ്വാസമാണ്. തുടക്കത്തിൽ സാക്ഷ്യം പറഞ്ഞതുപോലെ മക്കൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കേണ്ടത് എനിക്കിത് കിട്ടണേ എന്നല്ല, കർത്താവെ എനിക്കിത് കിട്ടിയാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്നും, എനിക്കിത് ലഭിച്ചാൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം കൃപയിൽ ജീവിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ടായിരിക്കണം ഓരോ നിയോഗവും സമർപ്പിക്കേണ്ടത്. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, കൈകൾ കുപ്പി കണ്ണുകളടച്ച് നമ്മുടെ മനസ്സിലുള്ള നിയോഗങ്ങൾ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ഈ ജപമാലയിലും വടക്കമാസ വായനയിലുമൊക്കെ സമർപ്പിക്കാം. സമർപ്പിക്കുമ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ടത്, എനിക്കിത് ലഭിച്ചാൽ എൻ്റെ ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ വ്യക്തിയുടെ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ചിട്ടും, കർത്താവ് ഈ വ്യക്തി നിനക്ക് വേണ്ടി ഈ വ്യക്തിയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ഉടമ്പടി ഒരു കാരണമാകണമേ, അതിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ഒരു സമയമായിരിക്കുകയും, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നും അഭിഷേകം നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. അളവില്ലാത്ത സകല നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിശ്ചയപ്രദവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോട് ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ.
വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവശാസ്ത്രം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒന്നാം രഹസ്യം, പരിശുദ്ധ ദേവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഹ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. ബീന സനോജ് ഭോപ്പാൽ, മുടങ്ങിക്കിടക്കുന്ന എൻ്റെ പ്രമോഷൻ നടക്കണം. എൻ്റെ ഫ്ലോട്ടിൽ തന്നെ ഒരു ഭവനം പണിയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ബേബി തങ്കച്ചൻ, മഠത്തിൽ പറമ്പ്, ആലപ്പുഴ. 40ാം വാർഷികം ഒന്നിച്ച് കുടുംബജീവിതം നയിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. PSC അവസാന വർഷം പരീക്ഷ പാസ്സാകണം. മകൾക്ക് ജോലി ലഭിക്കണം. മകൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കൃപയുണ്ടാകണം. രണ്ടുപേരുടെയും പരീക്ഷ വിജയിപ്പിക്കണം. ശോഭ സൂസന്നയുടെ ഷുഗർ മാറാൻ, സ്ഥലം വിറ്റുകിട്ടുവാൻ, സ്വന്തമായ ഒരു ഭവനം നൽകുവാൻ, ജോണിന് രോഗശാന്തി, സ്ഥലം വിൽപ്പന നടക്കുന്നതിന്. ശോഭ സൂസന്ന രവി സിറ്റി ലഹരിയിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിക്കുവാനും മാനസാന്തരം കിട്ടുവാനും ജോലി ലഭിക്കുവാനും വിവാഹം നടക്കുവാനും. ശോഭ സൂസന്ന കളനികേര, എറണാകുളം. ശ്രുതിക്ക് ആരോഗ്യം, MBA കഴിഞ്ഞ മകൾക്ക് ജോലി ലഭിക്കണം. ബ്രിട്ടന് വരുമാന മാർഗമുണ്ടാകണം. കാതൽ കാർവിൽ രോഗസൗഖ്യം കിട്ടണം. ശോഭ സൂസന്ന, എറണാകുളം. സ്മിതയ്ക്ക്
25 വയസ്സ്. മാനസാന്തരം, കൂട്ടുകെട്ടിൽ നിന്ന് വിടുതൽ ലഭിക്കണം. ദുബായിൽ ജോലി ലഭിക്കണം. വിവാഹം നടക്കണം. ജാൻസി മാത്യു, വട്ടേക്കുന്നേൽ, തിടനാട്. ആൽവിൻ ഡിഗ്രി പാസ്സാകാൻ വേണ്ടി. ആൽവിൻ്റെ അലർജി മാറിക്കിട്ടുന്നതിന്. എൻ്റെ മക്കൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി. ഭീമ ഷൈജി പറവൂർ, ജൂൺ 11-18 തീയതികളിൽ നടക്കുന്ന MA ഫൈനൽ ലെവൽ എക്സാം പാസ്സാകുന്നതിന്, ദുബായിൽ ജോലി ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ. ജയ ബെന്നി, കൂപ്പയിൽ, എറണാകുളം. കല്യാണം നടക്കുന്നതിന്, ജോയലിന് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിനും ഞങ്ങളുടെ ബിസിനസ് നല്ലതായി വിജയിക്കുന്നതിനും വേണ്ടി. ജയ ബെന്നി, കൂപ്പയിൽ, എറണാകുളം. ശ്രീകുട്ടിയെ അനുഗ്രഹിക്കണമേ. മനീഷയെ അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. മെറിൻ മാത്യു, മെറിൻ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. മെറിൻ അയർലൻഡിൽ കൃപയുള്ളവളായി ജീവിക്കുന്നതിന് വേണ്ടി. മാത്യുവിന് അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകുന്നതിന് വേണ്ടി. പുഷ്പ ഷാജി, പള്ളിപ്പറമ്പിൽ, അരൂക്കുറ്റി. ഷാജി മോന്റെ വിവാഹ തടസ്സം മാറുന്നതിനും ജിൻസൺ മോന്റെ വിവാഹ തടസ്സം മാറുന്നതിനും വീടും സ്ഥലവും വിൽക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മീനു ആന്റണി എടത്തുവ. ഗ്ലാഡീസിന്റെ സുഖപ്രസവം. രാഹുലിന് ജോലി ലഭിക്കുന്നതിനും റോസിക്കും ആൻഡോയ്ക്കും വീട് UK-യിൽ, ആൻഡോയ്ക്ക് വർക്ക് വിസ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീന ജോസഫ്, എഴുപുന്ന. വീട് പണി പൂർത്തിയാക്കുന്നതിനും സ്ഥലം വിൽക്കുന്നതിനും നല്ല വില കിട്ടുവാനും കുടുംബത്തിന് എല്ലാവരുടെയും ആരോഗ്യവും ജോലിയും പുരോഗതിയും ഉണ്ടാകുവാനും. കുമാരി സ്റ്റെല്ല PN, മകുടം. കടബാധ്യത മാറുന്നതിന്, മനസമാധാനം ലഭിക്കുവാൻ, 2 മക്കൾക്ക് മരുമകനും സർക്കാർ ജോലി ലഭിക്കുന്നതിനും ഭവനം ലഭിക്കുവാനും മകന് വിവാഹം നടക്കുവാനും. ജിൻസി ബൈജു, കപ്പുവള്ളി, പെരുമ്പടപ്പ്. ഇമ്മാനുവേൽ, ജോയലിന് ഈ വർഷം തന്നെ കോഴ്സ് തുടങ്ങാൻ സാധിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമേ. ജയ റൂബൻ, തറേപ്പറമ്പിൽ, പള്ളൂരുത്തി. ആദർശിന്റെ പൂർണ്ണ രോഗസൗഖ്യം. കുടുംബത്തിൽ ഈശോയുടെ സംരക്ഷണവും കുടുംബത്തിൽ വിശുദ്ധിയും സമാധാനവും ഉണ്ടാവുന്നതിന് വേണ്ടി. ലൈവി കുര്യൻ, ചെറിയ ക്രാഞ്ചേരി, മുണ്ടംവേലി. കുര്യന്റെ രോഗസൗഖ്യത്തിന് നന്ദി സൂചകമായി തുടർന്ന് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിനും ഈശോയുടെ സംരക്ഷണത്തിനും വേണ്ടി. റിയ ജോയി, ആലുവ. ജെറിന് നല്ലൊരു വിവാഹം നടക്കുന്നതിന്, ക്യാൻസറിൽ നിന്ന് രോഗസൗഖ്യം ലഭിക്കുന്നതിന്, നിഖിലിന് നല്ലൊരു ജോലി ലഭിക്കുന്നതിന്. ജിനി വാൾട്ടർ, പോളക്കാട്ട്, ഇടപ്പള്ളി. മദ്യപാനവും പുകവലിയും മാറിക്കിട്ടുന്നതിനും കുടുംബസമാധാനം ലഭിക്കുന്നതിനും മകൾ ആൻഡ്രിയയുടെ വിവാഹവും സമ്മതവും ഭംഗിയായി നടക്കുന്നതിന്, മകൻ ആൻഡ്രീസിന് വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുന്നതിനും പഠിക്കാനുള്ള കൃപ കിട്ടുന്നതിനും വേണ്ടി. അഞ്ജു, ഓസ്ട്രേലിയ. മാതാവിന്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുവാനും കാർത്തിക് ഓസ്ട്രേലിയയിൽ MBAക്ക് അഡ്മിഷൻ കിട്ടുവാനും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറുവാനും വേണ്ടി. ഗ്രീഷ്മ തയ്യിൽ, കൊല്ലംപള്ളി. എൻ്റെ വിവാഹം നടക്കുവാനും ഓസ്ട്രേലിയയിൽ ജോലി ലഭിക്കുവാനും 2024 ഓസ്ട്രേലിയയിൽ PR ലഭിക്കുന്നതിനും വേണ്ടി. വിഷ്ണു വാലയിൽ, പാതിരപ്പള്ളി. കുടുംബസമാധാനവും ഈശ്വരാനുഗ്രഹവും ജോലി സ്ഥിരതയിൽ ലഭിക്കുവാനും വിവാഹം നടക്കുന്നതിനും വേണ്ടി. സനിൽ വെളിയിൽ, പാതിരപ്പള്ളി. വിവാഹ തടസ്സം നീങ്ങുവാൻ, ജോലി സ്ഥിരത നേടുവാൻ, ഈശ്വരാനുഗ്രഹം ലഭിക്കുവാൻ. സൂസൻ കുര്യൻ. മകൻ എബിൻ കുര്യന്റെ വിവാഹ തടസ്സം മാറി നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാനും ഭവനം ലഭിക്കുവാനും ആൽവിന് ദൈവകൃപ ലഭിക്കുന്നതിനും വേണ്ടി. സോഫിയ ജോർജ്, കളിലിയിൽ, കോട്ടയം. കുടുംബത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും ആന്റിയുടെ ബിസിനസ് തടസ്സങ്ങൾ മാറ്റി ഉയർച്ച ഉണ്ടാകുന്നതിനും കോടതിയിൽ നടക്കുന്ന കേസിൽ സത്യമായ വിധി ലഭിക്കുന്നതിനും അപേക്ഷിക്കുന്നു. സ്റ്റീഫൻ അബ്രഹാം, മെറിൻ ജോസ്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടിയും കടബാധ്യത മാറുവാനും നല്ലൊരു ജോലി ലഭിക്കുവാനും. സന്തോഷ് സമേഷ്, മണ്ണേൽ ഹൗസ്, അരിനല്ലൂർ. സന്തോഷ് എന്ന മകന് വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സം മാറുന്നതിനും സതേഷ് എന്ന മകന് ജർമ്മൻ എക്സാം പാസ്സാകുന്നതിനും വർഷ എന്ന മകൾക്ക് മെയ് 2 എക്സാം പാസ്സാകുന്നതിനും
അമ്പ്ലിയനിൽ പുത്തൻ വീട്ടിൽ ചോറ്റാനിക്കര. മകളുടെ അലർജി ആസ്മ പൂർണ്ണമായി മാറുന്നതിനും മകന്റെ കല്യാണം നടക്കുവാനും കടബാധ്യത തീരുവാനും കേസിൽ കിടക്കുന്ന വഴി അനുകൂലമായി വിധി നൽകുവാനും. സോജി ജൈനോ തോട്ടുവ ദൈവത്തിൽ ആശ്രയിച്ച് കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിൽ വളർത്തുന്നതിനും UK-യിൽ സ്വന്തമായൊരു വീട് വാങ്ങുന്നതിനും കൂട്ടുകാരിയുടെ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകുന്നതിനും വേണ്ടി ഈശോയെ ഈ കൃപകളെല്ലാം അമ്മേ മാതാവേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം, പരിശുദ്ധ ദേവമാതാവ് ഏലിസ്യ ഗർഭിണിയായവരും കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്ത് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ലിസി ജോയി തോട്ടുവ, മകൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാൻ ആഗ്നസിന് വിസ ലഭിക്കുവാനും മക്കൾ നിത്യവൃത്തി തുടരുന്നതിനും കൃപ ലഭിക്കണമേ. അലക്സ് മുളവരയ്ക്കൽ അയ്യമ്പുഴ, അടുത്ത തവണ കുടുംബമായി മാതാവിനെ കാണാനുള്ള കൃപ നൽകണമേ. അലക്സിന് വിസ ലഭിക്കണമേ. വിദേശത്ത് ജോലി മകൾക്ക് കൊടുക്കണമേ. സൂസൻ ആന്റണി എറണാകുളം, സ്ഥലം വിറ്റുകിട്ടുന്നതിനും കടബാധ്യത മാറുവാനും ലോൺ തുക കുറയുവാനും കൃത്യമായി അടയ്ക്കുവാനും കടയിൽ നിന്ന് വരുമാനം ലഭിക്കുവാനും ജർമ്മൻ പഠിച്ച് പൂർത്തീകരിക്കുവാനും സാമ്പത്തികം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഷ ബൈജോ ഇലഞ്ഞിപ്പാറ, ഭർത്താവിന്റെ സ്ട്രോക്ക് അറ്റാക്ക്
എടുത്തുമാറ്റി അസുഖം പൂർണ്ണമാക്കി കിട്ടുവാനും പുതിയതായി തുടങ്ങുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനും കടബാധ്യം മാറിക്കിട്ടുവാനും വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുവാനും വേണ്ടി ആശാ യോഹന്നാൻ കൊല്ലം ആകാശ് മോന് നല്ല ജോലി കിട്ടുവാനും അവന്റെ വിവാഹം നല്ല രീതിയിൽ നടത്തി തരണമേ. പോളി സെബാസ്റ്റ്യൻ കുറവിലങ്ങാട് രോഗം മാറുവാൻ, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാൻ, കടബാധ്യത മാറിക്കിട്ടുവാൻ. റാണി പോൾ കുറവിലങ്ങാട് അസുഖം മാറുവാനും സ്ഥലം വിട്ടുകിട്ടുവാനും കടബാധ്യത മാറിക്കിട്ടുവാനും. ആഷിഖ് പോൾ കുറവിലങ്ങാട് വിദേശത്ത് ജോലി ലഭിക്കുവാനും രോഗം മാറുവാനും ഇപ്പോഴത്തെ ജോലിയിൽ സാലറി കൂട്ടിക്കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. നിമിഷ്യ കോരങ്കിഴിയിൽ പുത്തന്നൂർ മെഡിക്കൽ കോളേജിൽ മെയ് 20-ന് അമ്മ എനിക്ക് ജോലി വാങ്ങിത്തരണം. ആധാരമെടുക്കുവാൻ, വീട് പണിയുവാൻ, പട്ടയം ശരിയാക്കുവാനും അമ്മ അനുഗ്രഹിക്കണമേ. ജോലി കിട്ടുവാനും കിട്ടുന്ന ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് തരണമേ. രമണി CP മായിത്തറ ചേർത്തല അനിയനും അനിയത്തിക്കും മാനസാന്തരം കൊടുക്കണമേ. മകൾക്ക് ഒരു നല്ലൊരു ജോലി കൊടുക്കണമേ. മകന്റെ ദേഷ്യം മാറുവാനും ജോലി തടസ്സം മാറിക്കിട്ടുവാനും. രഞ്ജിത സെബാസ്റ്റ്യൻ പരീക്ഷയിൽ ജോലി ഭവനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ഏലിയാസ് തങ്കഞ്ചേരി എന്റെ മകന് വിപിന് ജർമ്മനിയിൽ പോകുവാനുള്ള തടസ്സം മാറിക്കിട്ടണമേ. ജിജോയുടെയും ജോസിന്റെയും തടസ്സം മാറണമേ. കടബാധ്യത മാറുവാനും രോഗപീഠകൾ മാറുന്നതിനും വേണ്ടി. അശ്വതി അനിൽകുമാർ ചെങ്ങന്നൂർ ഉടമ്പടി നല്ല രീതിയിൽ എടുക്കുവാൻ സാധിക്കണം. സെപ്റ്റംബറിൽ ഇന്റർവ്യൂ പാസ്സാകണം. ജർമ്മൻ ഭാഷയും പാസ്സാകണം. വീട് വയ്ക്കുവാനും കടബാധ്യത മാറിക്കിട്ടുന്നതിനും. രശ്മി അനീഷ് ബെഞ്ചമിൻ രോഗസൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിത ബേബിച്ചൻ വെച്ചുച്ചിറ രോഗസൗഖ്യം തരണമേ. പെൻഷൻ പ്രായം 1 വർഷം കൂടി നീട്ടിത്തരണമേ. രാജലക്ഷ്മി അജയ് കൃഷ്ണൻ തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് പിന്തിരിയുവാനും നല്ലവനായി മാറുവാനും പ്രാർത്ഥിക്കുന്നു. അനന്തകൃഷ്ണന് നല്ല ജോലിയും ജീവിതവും മുട്ടുവേദനയും മാറ്റിത്തരണമേ. ആര്യാദേവി ആര്യാനിവസ് മുഖത്തല മോന് 10ൽ 90% മാർക്ക് വാങ്ങുവാൻ കഴിയണമേ. ഭർത്താവിന് നല്ല ജോലിയും പ്രമോഷനും തന്നണമേ. ആര്യാദേവിക്ക് ശരീരസുഖവും മനസമാധാനവും ശാന്തിയും ഉണ്ടാകണം. തുഷാര ജോലിക്ക് വേണ്ടി ചേട്ടന് ജോലിയിൽ പ്രമോഷൻ കിട്ടുവാനും ഭവനം ലഭിക്കുവാനും. മഹാലക്ഷ്മി മുഖത്തല എന്റെ കൃപാസന മാതാവേ, എനിക്കൊരു സർക്കാർ ജോലി നേടിത്തരണമേ. ആയുസ്സും ആരോഗ്യവും നൽകി കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. എന്റെ അനിയണ്ണന് ഒരാപത്തും വരുത്തരുതേ. ദീർഘായുസ് കൊടുക്കണമേ. മിനി എസ് മുഖത്തല വീട് സ്ഥലവും വിട്ടുകിട്ടി എന്റെ കടബാധ്യത മാറ്റിത്തരണമേ. മോന് നീറ്റ് പരീക്ഷ പാസ്സാകണം. PA റിസൾട്ട് നൽകണമേ. വസ്തുവിന്റെ കേസ് എത്രയും പെട്ടെന്ന് തീർത്ത് വിജയത്തിലെത്തിക്കണമേ. ഷൈനിമോൾ വേലാമ്പറമ്പിൽ റാന്നി ഭർത്താവിന്റെ മദ്യപാനം മാറുവാനും എന്റെ മകൾക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് സമാധാനം ലഭിക്കുവാനും. മിനി സിബി കല്ലറയ്ക്കൽ ആൽവി 10ാം ക്ലാസ് പരീക്ഷ പാസ്സായതിന് നന്ദി പറയുന്നു. വൈദികനാകാനുള്ള മോന്റെ ആഗ്രഹം മാതാവെ അവിടെ സാധിച്ചു കൊടുക്കണമേ. പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സെൽബി ജോർജ് വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സം മാറണമേ. ഒരു ഭവനം ലഭിക്കുവാനും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുവാനും. മിനി ബാബു നടിച്ചാലിൽ കണ്ണങ്കര ഭർത്താവിന്റെ കിഡ്നി അസുഖം മാറി ഡയാലിസിസ് നിർത്താൻ കഴിയണമേ. മകന്റെ വയറ്റിൽ നിന്ന് പോകുന്നത് നോർമലാക്കി തരണമേ. സോറിയാസിസ് മാറ്റണമേ. അമിതവണ്ണം കുറയ്ക്കണമേ. ജിഷ MK കൃഷ്ണപ്രിയ ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റിത്തരണമേ. ഞങ്ങളുടെ 55 ലക്ഷത്തിന് കടബാധ്യത വിറ്റ് മാറ്റിത്തരണമേ. മകൾക്ക് വിദേശത്ത് ഒരു ജോലി ശരിയാക്കി തരണമേ. പ്രസന്ന മുതുകുളം എന്റെ ഭർത്താവിന്റെ ജോലി, മോന്റെ പരീക്ഷ ഉന്നത വിജയം കിട്ടാൻ, കടം മാറുവാനും സമാധാനം കിട്ടുവാനും. ഗ്രേസി കോട്ടയം കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. ഭർത്താവിന്റെ മദ്യപാനം മാറുവാനും ജീവിതം ഐശ്വര്യപൂർണമാക്കുവാനും.
ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള ഉപദ്രവം മാറ്റിത്തരണമേ. ലില്ലി അല്ലിങ്കൽ ദ്വാരക, വിവാഹ തടസ്സം മാറി വിവാഹം നടക്കണമേ. മകന്റെ ബിസിനസ് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും കാർഷിക നില മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി റെനി ഫ്രാങ്ക്ലിൻ, കൊല്ലം. അമ്മ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. കുടുംബത്തിൽ എല്ലാവർക്കും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഡിജ മാത്യു, കരിവേലി, കണ്ണങ്കരി. ജപമാല മുടങ്ങാതെ പ്രാർത്ഥിക്കുവാനും സ്വന്തമായൊരു ഭവനവും RNA എക്സാം ഇനി പഠിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം, പരിശുദ്ധ മാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബത്ലഹേം നഗരിയിൽ പാതിരിക്ക് പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. സബി ജിനു UK, വണക്കമാസം കഴിയും മുൻപ് കുഞ്ഞിന് വീട് ലഭിക്കുന്നതിനും വീട് വിൽക്കുന്നതിനും വേണ്ടി ഭർത്താവിന്റെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് നയിക്കുന്നതിനും എൽസിൻ സാബു പുത്തമ്പുരയ്ക്കൽ ചെത്തി മകന് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനും മകൾക്ക് MBBS കഴിഞ്ഞ് ഇനിയും പഠിച്ച് ജോലിയിൽ പ്രവേശിക്കുവാനും അനുഗ്രഹിക്കണമേ. തോമസ് ജേക്കബ്, വാഴപ്പള്ളി, തൃശൂർ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും അനുദിനം ദിവ്യബലിയിൽ സംബന്ധിക്കുവാനുമുള്ള കൃപ നൽകണമേ.
എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം കൊടുക്കണമേ. അനീറ്റ റോസ് ആലപ്പുഴ, അമ്മയുടെ രോഗം മാറുന്നതിനും സ്വന്തമായി കടം ലഭിക്കുന്നതിനും എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെൽബിൻ കടമ്പുള്ളി, എൻ്റെ മകന് ആരവ് എത്രയും പെട്ടെന്ന് അസുഖം മാറുവാനും എൻ്റെ മകന് ആഷ്വിന് ബ്ലഡ് കൗണ്ട് കൂടുവാനും പ്രാർത്ഥിക്കുന്നു. അനീഷ് കുടിയാംശേരിയിൽ വട്ടയാൽ, അമ്മയുടെ ക്യാൻസർ മാറുന്നതിനും സോറിയാസിസ് മാറുന്നതിനും ദൈവിക ജ്ഞാനം ലഭിക്കുന്നതിനും വേണ്ടി ജോളിയമ്മ സജി കൊച്ചുതറയിൽ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടുന്നതിനും സച്ചുവിന് സപ്ലൈ ഇല്ലാതെ ബിടെക് പാസ്സാകുന്നതിനും എൻ്റെ വീടിന്റെ ആധാരം തിരിച്ചു കിട്ടണമേ. ജോസഫ് വിൻസെന്റ് വേലിത്തടത്ത്, എൻ്റെ ഭാര്യയുടെ ബ്രസ്റ്റ് ക്യാൻസർ മാറ്റിത്തരണമേ. വേറെ അവയവങ്ങളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആവാതെ ഭാര്യയെ കാക്കണമേ. എൻ്റെ ഭാര്യയ്ക്ക് ധൈര്യവും ശക്തിയും നൽകണമേ. സരിത ചെമ്പകശ്ശേരിയിൽ കരുനാഗപ്പള്ളി, നന്മ നിറഞ്ഞ മാതാവേ, എൻ്റെ ലോട്ടറി കടയിൽ സമ്മാനമുണ്ടാകണമേ. എനിക്കൊരു ഭവനം തരണമേ. എൻ്റെ സ്ഥാപനം നല്ല രീതിയിൽ നടത്തി തരണമേ. ശാലിമ കെയ, ചേച്ചിക്ക് അബുദാബിയിൽ ജോലി കിട്ടുന്നതിനും കൃഷ്ണകുമാറിന് ജോലി ലഭിക്കുന്നതിനും സാധിക്കണമേ. ദീപാഖിൽ മണിക്കത്ത്, ജീവിത പങ്കാളിയുടെ കാലിലെ വേദന മാറ്റിത്തരണമേ. കടബാധ്യതയിൽ നിന്ന് വിടുതൽ ലഭിക്കണമേ. ശമ്പളം കൂട്ടിക്കിട്ടുന്നതിനും മുഴുവൻ സാലറി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹ രാജു, ജീവിത പങ്കാളി ലഭിക്കുന്നതിനും 2024 നടക്കുന്ന LD ക്ലർക്ക് പരീക്ഷയിൽ ഒരു ജോലി ലഭിക്കുന്നതിനും താരൻ മൂലമുള്ള ത്വക്ക് സംബന്ധമായ അസുഖം മാറുന്നതിനും വേണ്ടി സാനു തോപ്പിൽ ആലപ്പുഴ, തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് തിരികെ വരുവാൻ, എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും മാറുവാനും വീട്ടുകാർ ആലോചിച്ച് ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം നടക്കുവാനും, മരിയ മേരി കോട്ടയം, കുടുംബമായി ഒന്നിച്ച് ജീവിക്കുവാനും ജോലി കിട്ടുവാനും കുഞ്ഞിന്റെ ശാരീരിക അസുഖം മാറുന്നതിനും, അൻസു കാലാത്ത്, മകന് ജോലി കിട്ടുന്നതിനും ദൈവകൃപയിൽ ജീവിക്കുവാനും പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുവാനും, സാലിക്ക് നെറുകുറ്റി, പൂർണ്ണ സൗഖ്യത്തിനും വീട് പണി തീരുന്നതിനും മാന്റെ വിവാഹം നടക്കുന്നതിനും, ജോമോൻ തോമസ് പാതാരംചിറ കോട്ടമുറി, ന്യൂസിലാൻഡ് ലൈസൻസ് തടസ്സം കൂടാതെ കിട്ടുവാനും ജോമോന് നല്ലൊരു ജോലി നൽകുവാനും ജോമോന്റെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുവാനും, ജവാൻ ജോമോൻ പാതിരഞ്ചിറ കോട്ടമുറി, ജവാന്റെ ന്യൂസിലൻഡിൽ പോകുവാൻ കൂടെയുള്ളവരോട് സ്നേഹമായി പെരുമാറുവാനും കുടുംബത്തിലുള്ളവർക്ക് രോഗസൗഖ്യം കിട്ടുവാനും, സുഭാഷ് അനെക്സ് കട്ടിയാപട്ടണം, മാത്യൂസ് മാതാ ബോട്ടിന് ധാരാളം മത്സ്യം കിട്ടണം, മത്സ്യം നൽകി അനുഗ്രഹിക്കണമേ. കടം മാറിക്കിട്ടുവാനും കുടുംബവും അനുഗ്രഹിക്കണമേ. ലൈജൻ, 2 കണ്ണിന്റെ പ്രശ്നം മാറിക്കിട്ടുവാനും കുടുംബ സമാധാനവും ദൈവകൃപയും ഉണ്ടാകുവാനും അനിയന്റെ കല്യാണം നടക്കുന്നതിനും വേണ്ടി വിദേശത്ത് പോകുന്നതിനും, ജെയ്സൺ നായരമ്പലം, ഇറ്റലിയിൽ പോകുവാനും വിസ ലഭിക്കുവാനും ഭാര്യയ്ക്ക് സുഖപ്രസവം ലഭിക്കുവാനും വീടിന്റെ പണി പൂർത്തിയാക്കുവാനും, കരുൺ ജോബി മണവാളൻ, കരുൺ ജോബി കാനഡയിലാണ്, ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറുവാനും സെവിയുടെ മദ്യപാനം മാറിക്കിട്ടുവാനും, മനോജ് കുമാർ തണ്ടത്തിൽ കൊറ്റനാട്, കടഭാരം നീക്കി തരണം, കുടുംബ സമാധാനവും മനഃശാന്തിയും ഉണ്ടാകണം. ആഷ ജെയിംസ് ക്രിസ്റ്റി വില്ല, ഭർത്താവിന്റെ ആരോഗ്യം സൗഖ്യം നിയോഗ പ്രാർത്ഥന. ബിജുമോൻ വാടയ്ക്കൽ ആലുവ, മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം ലഭിക്കുവാനും ഡിയോണിന് UK-യിൽ വർക്ക് പെർമിറ്റ് ലഭിക്കുവാനും ഡോണിന് ജോലി ലഭിക്കുവാനും മക്കളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി. ജെൻസി ആന്റണി, അടുത്ത വീട്ടിലെ സഹോദരിയുടെ കണ്ണിന്റെ കാഴ്ച ലഭിക്കുവാൻ, മകന്റെ ദേഷ്യം മാറിക്കിട്ടുവാൻ, മകൻ പള്ളിയിൽ പോകുവാനും കുമ്പസാരിക്കുവാനും അപ്പന്റെ മാനസാന്തരത്തിനും വേണ്ടി. ജെൻസി ആന്റണി നസ്രത്ത്, മകന്റെ വിവാഹ തടസ്സം മാറുവാൻ, എന്റെ വാദത്തിന്റെ രോഗം മാറിക്കിട്ടുവാനും മകന് സ്ഥിരമായൊരു ജോലി ലഭിക്കുവാനും. വിനീത കന്നിട്ടയിൽ, മക്കളുടെ വിദ്യാഭ്യാസം ആഷ്ലാമോൾക്ക് 92 മാർക്ക് തന്നതിന് നന്ദി പറയുന്നു, കുടുംബത്തെ സമർപ്പിക്കുന്നു.
അനിത ആന്റണി, റോഷ്നി ഡെയ്സിൻ കൊല്ലം, റോഷ്നി ബിടെക്കിന് ഉന്നത വിജയം ലഭിക്കുന്നതിനും റോബിൻ ആന്റണിയുടെ ബുദ്ധിമാന്യം 20-ാം തീയതി പോകുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനം ഉണ്ടാകുന്നതിനും ഷീബ സജീവ് കാനൻവില്ല, സന്താന സൗഭാഗ്യം ഉണ്ടാകുവാനും കടം തീരണം, ഉപജീവനം കിട്ടണം, പപ്പയ്ക്ക് കാഴ്ചയും ശക്തിയും കിട്ടണം. മേരി ഉലഹന്നാൻ, തിരുവനന്തപുരം, ഭർത്താവിന്റെ ക്യാൻസർ മാറുന്നതിനും കുടുംബത്തിലെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ലഭിക്കുന്നതിനും അഞ്ജലിയുടെ വിസ വരുവാനും കുടുംബ സമാധാനത്തിനും വിസ എത്രയും പെട്ടെന്ന് ശരിയാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലെറ്റി എബ്രഹാം, വീട് ലഭിക്കുവാൻ ഞാനും മക്കളും നിത്യതയിൽ ജീവിക്കുവാനും ജോലി സ്ഥലത്തെയും പള്ളിയിലെയും കണക്കുകൾ ഞങ്ങൾ തന്നെ നോക്കുവാനും രഞ്ജിനി പുളിമൂട്ടിൽ ഷുഗർ മാറണം, വിവാഹം നടക്കണം, അമ്മയുടെ രോഗ്യം മാറ്റിക്കൊടുക്കണം, രഞ്ജിയുടെ പണയമെല്ലാം എടുപ്പിക്കുവാനും സാധിക്കണം. അമ്മേ മാതാവേ, ഇനി യോഗങ്ങളെല്ലാം അമ്മയുടെ തിരുക്കുമാരോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികൾ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം രഹസ്യം, പരിശുദ്ധ മാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശിമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സുബി TX തെക്കേത്തയിൽ കലവൂർ, അമ്മയുടെ അസുഖം മാറുന്നതിനും കുഞ്ഞ് മടി കൂടാതെ സ്കൂളിൽ പോകുന്നതിനും നല്ലൊരു വീട് നിർമ്മിച്ചു നൽകുന്നതിനും സെബിൻ അരച്ചിക്കടവിൽ കലവൂർ, അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നതിനും വേണ്ടി നല്ലൊരു വീട് വയ്ക്കുന്നതിനും അനിയന് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനും എവ്ലിൻ ബോസ്റ്റോ അങ്കര എറണാകുളം ഹൗസ് ഓർ മാർക്കറ്റിൽ എന്ന സ്ഥാപനം തുടങ്ങുവാനും
അത് സക്സസ് ആകുവാനും, നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുഞ്ഞ് ലഭിക്കുവാനും, നല്ലൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി വത്സമ്മ സക്കറിയാസ് നടയ്ക്കൽ പാല ഭർത്താവിന് ആരോഗ്യം ലഭിക്കുവാനും ശാരീരിക സൗഖ്യത്തിനും മക്കൾ ദൈവകൃപയിൽ ജീവിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തരണമേ. കീമിക്കോ സേവിയർ ഗ്രേസ് വില്ല പ്രമോഷൻ കിട്ടുന്നതിനും നല്ലൊരു യുവാവിനെ വിവാഹം ചെയ്യാൻ സാധിക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ജാൻസി സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ പള്ളിപ്പുറം വായിലെ അസുഖം മാറ്റിത്തരണമേ. ജോലിയിൽ ഉയർച്ച ലഭിക്കുവാനും കടബാധ്യത മാറിക്കിട്ടുന്നതിനും ശാരീരിക അസുഖം ചുമ മാറ്റിത്തരുന്നതിനും പ്രാർത്ഥിക്കുന്നു. ഭീമ ഫിലിപ്പോസ് ബാങ്കിൽ ജോലി ശരിയാക്കി തരുന്നതിനും പപ്പയുടെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നല്ലൊരു ഭവനവും ലഭിക്കുന്നതിനും വേണ്ടി ജോയിച്ചൻ കളർകോട് എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം അമ്മ സാധിച്ചു തന്നതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. എബിൻ കാഞ്ഞിരപ്പള്ളി PHC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി പരീക്ഷയിൽ കുട്ടികൾ പാസ്സാകുന്നതിനും അനു ആന്റണി കൊച്ചുപള്ളി ട്രിവാൻഡ്രം ജോലി തടസ്സം മാറുവാനും വിവാഹ തടസ്സം മാറുവാനും രോഗി സൗഖ്യത്തിനുമായി ലിസി തോമസ് പറവൂർ വീട് ലഭിക്കുന്നതിനും ജെയിൻ ബിസിനസിൽ കടബാധ്യത ഇല്ലാതെ നടത്തിക്കൊണ്ടുപോകുന്നതിനും ജെറിന് MDക്ക് പാസ്സാകുവാനും CV ഹൈജിൻ മൂരാശി കുന്നേൽ ലണ്ടൻ അഭിഷേകിന്റെ 10ാം ക്ലാസ് ഉന്നത വിജയത്തിനും ആകാശിന്റെ ഓട്ടിസം പൂർണ്ണമായും മാറുന്നതിനും നല്ലൊരു ഭാവി ജീവിതം കിട്ടുന്നതിനും സിബി ഹൈജിന്റെ ഹൃദയ സംബന്ധമായ അസുഖം മാറിക്കിട്ടുന്നതിനും നിമിഷ പള്ളിപ്പറമ്പിൽ ആലപ്പുഴ മകന്റെ പരീക്ഷാ റിസൾട്ട് നല്ലതുപോലെ ആകുവാനും ഭർത്താവിന് നല്ല സ്വഭാവം ഉണ്ടാകാനും വീട് ലഭിക്കുന്നതിനും ജൂഡി ബിജു ആലുവ കടം മാറുന്നതിനും മോന്റെ വിവാഹ തടസ്സം മാറുവാനും അനിയത്തിയുടെ മാനസിക പ്രശ്നം മാറുന്നതിനും സൈമൺ സജി നാട്ടിൽ എൻ്റെ മകന് ജോലി ലഭിക്കാനും അഡോൾട്ട് കമ്പനിയിൽ സെൻസ് ആയിട്ട് തന്നെ ജോലി ലഭിക്കുവാനും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവഭക്തിയിൽ ജീവിക്കുവാനും കൃപ കൊടുക്കുവാനും സിക്സൻ ഷാജി പരീക്ഷയിൽ ജയിച്ചതിന് നന്ദി പറയുന്നു. 10 വർഷമായിട്ട് ലൈസൻസ് പുതുക്കുവാൻ തടസ്സവും കേരളത്തിൽ പുതുക്കി നൽകാൻ പ്രാർത്ഥിക്കുന്നു. അമലിനൊരു സർക്കാർ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആനി ജോർജ് കാഞ്ഞിരത്താനം തോമസന് സംസാരവും എല്ലാ കഴിവുകളും ലഭിക്കുവാനും ആൻമരിയ പ്രിൻസിന് കാനഡ PR ലഭിക്കുവാനും പ്രിൻസിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനും വേണ്ടി മേരി ബീന കൊല്ലം മകളുടെ വിവാഹ തടസ്സം മാറുന്നതിനും മകൾക്ക് ഭവനം ലഭിക്കുവാനും കൊച്ചുമകന് ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിനും ജോൺസൺ വീനസ് മലപ്പുറം വഴിയായി വാഹനം ലഭിക്കുവാനും മരിയായുടെ വയറ്റിലുള്ള അസുഖം മാറിക്കിട്ടുവാനും കടം മാറുവാനും മദ്യപാനം മാറുവാനും ഭവനത്തിൽ സമാധാനം ലഭിക്കുവാനും തോമസ് മേഘ ക്ലരിക്കൽ തോമസിന്റെയും മേഘയുടെയും മനസ്സമ്മതം മെയ് 25-ന് ഭംഗിയായി നടക്കണമേ. എൻ്റെ ഭർത്താവിൻ്റെ റൂട്ടിംഗ് കോഴ്സ് മെയ്യിലും നടക്കണമേ. എൻ്റെ കുടുംബത്തിന് ആരോഗ്യവും ആയുസ്സും കൊടുക്കണമേ. ബെഞ്ചമിൻ മോന് ജോലി ലഭിക്കുന്നതിനും വിസ ലഭിക്കുന്നതിനും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സിമി ജോസ് ആലപ്പാട്ട് പാലയ്ക്കൽ ആൻമേരി ജിജോ ജോലി ലഭിക്കുവാനും അമ്മ 90 വയസ്സ് നല്ല മരണം കിട്ടുവാനും അമ്മയ്ക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുവാനും സ്വപ്ന രാജു തുരുത്തിപ്പുറം ജിൻഡോയുടെയും വിനുവിന്റെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർത്തു തരണമേ. സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള നിയോഗത്തിനായി സമർപ്പിക്കുന്നു. രമ്യ ബിജു രാജക്കാട്ട് കുഞ്ഞിത്തമ്പി ഗവൺമെന്റ് സ്കൂളിൽ തുടർന്ന് ജോലി ലഭിക്കുവാനും സ്ഥലം മാറ്റി തരുവാനും ഭർത്താവിന്റെ മദ്യപാനം മാറുവാനും രമ്യ 25/2/2024 വസ്തു വിൽപ്പന നടക്കുവാനും കടങ്ങൾ വീട്ടുവാനും ഭർത്താവിന്റെ കാലിന് സൗഖ്യം ലഭിക്കുവാനും ഭർത്താവിന് സ്ഥിരമായി ജോലി ലഭിക്കുവാനും ബെന്നി മാത്യു പാലത്ത് നെല്ലിപ്പാറ ദൈവകൽപ്പന പ്രകാരം കുടുംബം മുഴുവൻ ജീവിക്കുവാനും രോഗപീഠകൾ മാറുവാനും മോൾക്ക് ജർമ്മനിയിൽ പഠനം നല്ല ജീവിതവും ജോലിയും ലഭിക്കണമേ. തോമസ് എറണാകുളം തോമസിന് വരുമാന മാർഗം ലഭിക്കുന്നതിനും തോമസിന് സ്വന്തമായ ഒരു വീട് ലഭിക്കുന്നതിനും
സിറിയായിക്ക് തോമസിന് CPA എക്സാം പാസ്സാകുന്നതിനും വേണ്ടി. ദീപ റോസിൻ പാല, ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തരണമേ. എനിക്ക് പേടി കൂടാതെ വണ്ടി സൈഡ് കൊടുക്കുവാൻ സാധിക്കണമേ. റോബിന് സ്ഥിരമായി ജോലി ലഭിക്കണമേ. ടോമി സെബാസ്റ്റ്യൻ അരിമറ്റം പാല, അമ്മ മാതാവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകണമേ. ബെൻസർ കൊല്ലം, ഭർത്താവിന്റെ നടുവേദന മാറുന്നതിനും കാലിന് ബലം കൊടുക്കുന്നതിനും വീട് വസ്തു വിറ്റ് കിട്ടുന്നതിനും. മേരി ഗ്രേസ് കുര്യൻ പാറയ്ക്കൽ കൊക്കോമംഗലം, സന്താന ഭാഗ്യം ലഭിക്കുവാനും പുതിയ ഭവനം പണിയുവാനും ഷൈനിയുടെ കുടുംബത്തിൽ സമാധാനം ലഭിക്കുവാനും. നീതു സോഫി പോൾ, കുടുംബമായി അയർലൻഡിൽ പോകുവാനും ഹരിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി ലഭിക്കുന്നതിനും കുട്ടികളുമൊത്ത് സകുടുംബം ജീവിക്കുന്നതിനും. നിതിൻ പീറ്റർ പോൾ കോട്ടയം, നിതിന് ജോലി വിദേശത്ത് ലഭിക്കുവാനും ജീവിത പങ്കാളിയുമായി ഉത്തമ ജീവിതം നയിക്കുവാനും. ഷാജി പീറ്ററിന്റെ മദ്യപാനം പൂർണ്ണമായി മാറി സമാധാനമായ കുടുംബജീവിതം നയിക്കുവാനും. ഷീബ ചെറിയാൻ, ഉത്തമയായ ജീവിത പങ്കാളി ലഭിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും ജോലിയിൽ നല്ല ഉയർച്ച, എലിസബത്തിന് നല്ലൊരു ഡോക്ടറാക്കുവാനും സമാധാനമായ കുടുംബജീവിതം കിട്ടുവാനും. അമ്മേ മാതാവേ, ഈ മക്കളുടെ നിയോഗങ്ങളെല്ലാം ഈശോയോട് നീ വാങ്ങിത്തരണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം, പരിശുദ്ധ ജമാതാവ് തന്റെ ദിവ്യകുമാരനെ 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കൽ അവിടത്തെ കണ്ടെത്തി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. 5-ാം ദിവസം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ VP ജോസഫ് അച്ഛനെയും ക്ലിന്റൺ അച്ഛനെയും സിസ്റ്റേഴ്സിനെയും
ആത്മീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ അമ്മയുടെ സംരക്ഷണത്താൽ നിറയ്ക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുത്ത് പഠിക്കുന്നതിനും അൾത്താര മുതൽ അൾക്കള വരെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാനും വേണ്ടി അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരും ലൈറ്റ് കാൻഡിൽ പ്രയർ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കും വാഹന ലീഡേഴ്സിനും കൃപാസനത്തിൽ നിന്നും അഖണ്ഡ ജപമാല വിദേശ രാജ്യങ്ങളിൽ സമർപ്പിക്കുന്നവർക്കും പള്ളിത്തോട് സ്കൂൾ ഓഫ് ഫോക്കസ് ആർട്സ് കൃപാസനം സോഷ്യോ മരിയയിലുള്ളവരെയും മരിയൻ വണക്കമാസം ഏറ്റെടുത്ത് നടത്തുന്നവരുടെ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, യൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫേലേ, സ്ലിഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർ തോമായേ, ഞങ്ങൾ വലിയ പാപികളാണെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന ഈ 53 മണി ജപം നിങ്ങളുടെ സ്തുതിയോട് ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ജമാവിന്റെ സ്തുതിക്കായി ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അമ്മ നന്മ
ആശ്രയമേ അമ്മേ ശാശ്വതമേ അമ്മേ ആശ്രയമേ അമ്മേ ശാശ്വതമേ മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദം നീ മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദം നീ ദൈവം തമ്പുരമ്മ യേശുവിൻ്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ മൗനഭക്തിയമ്മ ശാശ്വതമേ അമ്മേ ആശ്രയമേ അമ്മേ ശാശ്വതമേ മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദം നീ മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദം നീ ദൈവം തന്നോരമ്മ യേശുവിൻ്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ മൗനഭക്തിയമ്മ ദൈവം തന്നോരമ്മ യേശുവിൻ്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ മൗനഭക്തിയമ്മ 20-ാം തീയതി ദൈവമാതാവ് അനുഭവിച്ച വ്യാകുലത. 1-ാമത് കന്യകാമറിയം അനുഭവിച്ച വ്യാകുലത എത്രമാത്രമെന്ന്, 2-ാമത് അതിന്റെ കാരണമെന്തെന്നും, 3-ാമത് ഏതു പ്രകാരം അനുഭവിച്ചുവെന്നും ആലോചിക്കണം. ആദ്യം ഈശോമിശിഹ തന്നെ ബലിയായി തന്റെ ദിവ്യപിതാവിന് സമർപ്പിക്കുവാനുള്ള കാലമായപ്പോൾ മാതാവായ മറിയത്തിന്റെ അടുക്കൽ ചെന്ന് അനുവാദം വാങ്ങി പുറപ്പെട്ടു. ക്രൂരന്മാരായ യഹൂദർ ഈശോയെ കൊല്ലുമെന്ന് വിചാരിച്ച് തന്റെ പുത്രനെ ഒന്നുകൂടി കാണുന്നതിനായി ചെന്നപ്പോൾ മറിയം കണ്ട കാഴ്ച എത്ര മർമ്മഭേദകമായിരുന്നു. നിർമ്മലനായ കുമാരൻ കൊലപാതകനെ എന്ന പോലെ കെട്ടപ്പെട്ട് ഓർസ്ലേം നഗരിയിലെ തെരുവീതികളിലൂടെ നയിക്കപ്പെടുന്നു. തിരുശരീരം അടിയേറ്റ് മുഴുവൻ രക്തമായിരിക്കുന്നു. പീലാത്തോസിന്റെ അന്യായമായ വിധിപ്രകാരം സ്ലിവ ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോകുന്നു. സ്ലിവയുടെ മരം ഭാരം താങ്ങാൻ ശക്തിയില്ലാതെ തളർന്ന് നിലത്ത് വീഴുന്നു. ഗാഗുൽത്താ മലയിൽ ചെന്ന ശേഷം 2 കള്ളന്മാരുടെ നടുവിൽ സ്ലിവയിൽ തറക്കപ്പെട്ട് 3 മണിക്കൂർ നേരം അതിൽ തൂങ്ങിക്കിടന്ന് പാപികൾക്ക് വേണ്ടി കഠിന മരണം പ്രാപിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവമാതാവ് അനുഭവിച്ച വ്യാകുലത വേദസാക്ഷികളെ എല്ലാവരും അനുഭവിച്ച കഠിനവേദനകളും ഏറ്റവും അധികമായിരുന്നു. ഈ വ്യാകുലതയ്ക്ക് കാരണം മനുഷ്യരുടെ പാപമാകയാൽ പാപത്തെപ്പറ്റി യഥാർത്ഥമായ മനസ്താപം നിങ്ങളുടെ മനസ്സിൽ ജനിപ്പിക്കണമെന്ന് വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കണം. 2-ാമത് ദൈവമാതാവ് ഇത്രയധികം വ്യാകുലത അനുഭവിച്ചതിനും പല കാരണങ്ങളുണ്ട്. 1-ാമത് കഷ്ടതയിൽ തന്റെ കുമാരനോട് തുല്യപ്പെടുക. 2-ാമത് സ്വർഗത്തിൽ അധിക ഭാഗ്യം സിദ്ധിക്കുക. 3-ാമത് മാതാവിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നേരിടുന്ന ദുഃഖാനർത്ഥങ്ങൾ ക്ഷമയോടെ സഹിക്കുക. ഇവ 3-മാണ് മുഖ്യ കാരണങ്ങൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച നാൾ മുതൽ മരണപര്യന്തം വരെ അല്പപാപം പോലും ചെയ്തിട്ടില്ലാത്ത ദൈവമാതാവ് വ്യാകുല സമുദ്രത്തിൽ മുഴുകിയിരിക്കയിൽ നീചപാപികളായ മനുഷ്യർ ഏതെങ്കിലും സങ്കടം വരുമ്പോൾ ആവലാതിപ്പെടുന്നതെന്തിന്?
നിങ്ങളുടെ സ്ലിവായും ചുമന്നുകൊണ്ട് എന്റെ പിന്നാലെ വരിക എന്നല്ലേ മിശിഹ അരുൾ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ സ്ലിവായ ദുഃഖാനർത്ഥങ്ങൾ മുതലായ ഞെരുക്കങ്ങൾ ക്ഷമ കൂടാതെ അനുഭവിക്കുന്നവർ മോക്ഷം പ്രാപിക്കാതെ നരകത്തിൽ വീഴുമെന്നും നിശ്ചയിച്ച് ക്ഷമയെന്ന പുണ്യം തരുന്നതിന് വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കുവിൻ. മൂന്നാമത്, സ്ലിവായ്ക്ക് അടുത്ത് നിന്നുകൊണ്ട് മറിയം പ്രദർശിപ്പിച്ച സത്യമാതൃക ഇത്ര വിസ്മയകരമായിരിക്കുന്നു. വേദസാക്ഷികളുടെ രാജ്ഞിയായ മറിയം സ്ലിവായിൽ തറക്കപ്പെട്ട് മരണപീഡ അനുഭവിക്കുന്ന ഈശോയുടെ സമീപം നിൽക്കുമ്പോൾ തന്റെ പുത്രൻ നിഷ്കളങ്കനാണെന്നും പീലാത്തോസിന്റെ വിധി അന്യായമെന്നും യഹൂദർ വലിയ പാതകം നടത്തുന്നു എന്നും ഉറപ്പായി അറിഞ്ഞിരുന്നു. എന്നാൽ ഇവയെപ്പറ്റി ആവലാതിപ്പെടാതെ ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങി പ്രാണനേക്കാൾ അധികം സ്നേഹിച്ചിരുന്ന കുമാരനെ മനുഷ്യരക്ഷയ്ക്കായി ദൈവനീതിക്ക് ബലി കഴിക്കുകയാണ് ചെയ്തത്. ആ സമയം മറിയം അനുഭവിച്ച വ്യാകുലത ലോകത്തിന് ഓരോ മനുഷ്യനും സർവേശ്വരൻ കുറേശ്ശെ കൊടുക്കുന്നതിനും തിരുമനസ്സാകയാൽ എല്ലാവരും മരിക്കുന്നതിനും അത് മതിയാകുമെന്നും വേദപര അംഗങ്ങൾ പറയുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇപ്രകാരമുള്ള വ്യാകുലത അതിശയകരമായ ക്ഷമയോടെ സഹിക്കുകയും നമ്മോടുള്ള സ്നേഹത്താൽ നമുക്ക് വേണ്ടി തന്റെ തിരുക്കുമാരനെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത ദൈവമാതാവിനെ പാപം മൂലം മേലാലെങ്കിലും ദുഃഖിപ്പിക്കാതെ പുണ്യാനുഷ്ഠാനം വഴി ആ മാതാവിന്റെ ഉത്തമ പുത്രന്മാരായി നടപ്പാൻ ശ്രമിക്കണം. ദൃഷ്ടാന്തം: വിധവയായ ഒരു പ്രഭയുടെ സന്താന സമ്പത്ത് ഒരു പുത്രൻ മാത്രമായിരുന്നു. ഇവനെ ഒരു ദുഷ്ടൻ ഏതോ കാരണത്താൽ കൊല്ലുകയുണ്ടായി. ഘാതകൻ പിടിക്കപ്പെടാതിരുന്നതിന് ഉടൻ തന്നെ ഒരു ഗൃഹത്തിൽ കയറി ഒളിച്ചു. എന്നാൽ ആ വീട് മേൽപ്പറഞ്ഞ വിധവയുടേതായിരുന്നു. പുത്രന്റെ മരണവാർത്ത പ്രഭുയും അറിഞ്ഞിരുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട മകനെ പ്രഭുയുടെ അടുക്കൽ കൊണ്ടുവന്നു. അത് കണ്ട് അവർണ്ണനീയമായ സങ്കടം അനുഭവിക്കലിലാണ് ഘാതകൻ തന്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. ഇവനെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന വിചാരം ആദ്യമേ ഉണ്ടായി. എന്നാൽ ദൈവമാതാവ് തന്റെ വത്സല കുമാരനെ കൊന്നവർക്ക് പൂർത്തി കൊടുത്ത കാര്യവും സ്ലീവായുടെ അടുക്കൽ നിന്നപ്പോൾ മാതാവ് അനുഭവിച്ച ദുസ്സഹമായ വ്യാകുലതയും നിരൂപിച്ച് വ്യാകുല മാതാവിനെ കുറിച്ച് ആ ദുഷ്ടനോട് ക്ഷമിച്ചത് കൂടാതെ കുറെ പണവും വസ്ത്രവും ഒളിച്ചോടി പോകുന്നതിനും ഒരു കുതിരയും കൊടുത്ത് അവനെ യാത്രയാക്കി. ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ തന്നെ മരിച്ച തന്റെ മകൻ സ്വപ്നത്തിൽ പ്രഭുവിക്ക് പ്രത്യക്ഷനായി. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറിയ വർഷം കിടപ്പാൻ വിധിക്കപ്പെട്ടു. എന്നാൽ അമ്മ വ്യാകുല മാതാവിനെ കുറിച്ച് ആ ദുഷ്ടനോട് ക്ഷമിച്ച് അവനെ ഉപകാരം ചെയ്തത് കൊണ്ട് ദൈവമാതാവ് ഇന്ന് തന്നെ എന്നെ രക്ഷിച്ച് മോക്ഷത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. ക്രിസ്ത്യാനികളെ, നിങ്ങൾ കൃപാസമുദ്രമായ ദൈവമാതാവിന്റെ വ്യാകുലതയെപ്പറ്റി ധ്യാനിച്ച് മനസ്സലിഞ്ഞ് നിങ്ങളുടെ പാപം ഹേതുവാൽ ആ മാതാവിന് സങ്കടം വരുത്താതിരിപ്പാൻ ശ്രമിപ്പിൻ. ജപം: വ്യാകുല മാതാവേ, മരണസമയത്ത് ഈശോ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് അങ്ങയോട് കൽപ്പിച്ചപ്പോൾ ക്രിസ്ത്യാനികളെല്ലാവരെയും അങ്ങയ്ക്ക് മക്കളായി കയ്യേൽപ്പിച്ചു എന്നത് സത്യമാകയാൽ എനിക്കും മാതാവായിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെയും ഞാൻ അങ്ങേ യോഗ്യപുത്രനായി നടക്കാതെ അങ്ങയെ സങ്കടപ്പെടുത്തിയെന്ന സത്യം തന്നെ ഇനിയെങ്കിലും പിശാചിന്റെ തന്ത്രത്തിൽ അകപ്പെടാതിരിക്കാൻ എന്നെ കാത്തു സൂക്ഷിച്ച് മോക്ഷരാജ്യത്തിൽ കൂട്ടിക്കൊണ്ടുപോകണമേ.
എത്രയും നേരിട മാതാവേ, നിന്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചായി ഈ ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലെല്ലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആദിയിലെ പോലെ എപ്പോഴും നീക്കി. ആമേൻ. ജന്മകാല പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലുള്ളവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കുവാമേ. ജന്മഭാവന പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലുവാരും ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. പാപികളുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരെയും നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, അജ്ഞാനികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, സത്യരാജാക്കന്മാർ പ്രഭുക്കർ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരെ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരെ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃദേവം
ദയുള്ള മാതാവേ, ദയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയുള്ള മാതാവേ, ദയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ ദൈവമാതാവിനെ കുറിച്ച് ഒരു പൂജ ചെയ്യണം, അല്ലെങ്കിൽ കാണണം. ക്രിസ്തു ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേനാഥ. പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേനാഥ. പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേനാഥ. ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. ആമേൻ ആമേൻ ആവേ മരിയ, ആവേ ആവേ.